ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലെല്ലായിരിക്കും അല്ലേ? പിന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് തിരക്കിലാണെന്ന് പറയാം. പിന്നെ ഇന്ന് ബുക്കും കൊണ്ട് പോകാൻ റെഡിയായതാണ്. പക്ഷേ ഇന്ന് എനിക്ക് പോകേണ്ട ഏരിയയിൽ ഒരു വീട്ടിലൊരു അമ്മമ്മ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്താ വെച്ചാൽ അവിടെ വീടുകളിലൊന്നും ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് പണികളുണ്ട്. പണികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് ഇവിടെ കിട്ടുന്ന വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. നാട്ടിൽ അമ്മേരെ നാട് കൊല്ലത്താണ്. കൊല്ലമല്ല, പത്തനംതിട്ടയാണ് അമ്മേരെ നാട്. പത്തനംതിട്ട അടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മേൻ്റെ നാട്. അങ്ങനെ നമ്മളൊരു 2 വർഷമോ 3 വർഷമോ ആയി തോന്നുന്നു അങ്ങോട്ട് പോവാത്തത്. ഇപ്പം എന്തായാലും മാമൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണാമല്ലോ. അമ്മേരെ ഫാമിലി ഫുൾ അവിടെയാണ്. അമ്മ 2 മക്കളാണ്, അമ്മയും അമ്മേൻ്റെ അനിയനും, പിന്നെ അമ്മേരെ വല്യമ്മേരെ മക്കൾ. അങ്ങനെ കസിൻസ് എല്ലാവരും നാട്ടിൽ തന്നെയാണ്. കായംകുളം, അടൂര്, അങ്ങനെ ആ ഭാഗത്താണ്. അപ്പോൾ എന്തായാലും പോയിട്ട് എല്ലാവരെയും കണ്ട് ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ ആടെ കൂടാനാണ് വിചാരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ വരുന്നില്ല, ബാക്കി നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഇസ്തിരി ഇടാനെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുമെന്ന്. ഏകദേശം പണികളെല്ലാം ഒരുങ്ങി, മക്കളൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോൾ പോവും വേണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം വേഗം ഇസ്തിരിയെല്ലാം ഇട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കാം. ഇന്നലെ കുറച്ച് മക്കളുടെ ഡ്രസ്സെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിനെ. അന്നേരം പ്രതിയായിട്ട് എന്നോട് പറഞ്ഞു, വ്യാഴാഴ്ചയല്ലേ പോകേണ്ടത്, നീ എന്തിനാ ഇപ്പോഴേ തിരക്കാക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ എനിക്കാകെ ടെൻഷനാണ്. അന്നേരം നമ്മൾ കീഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ചില സാധനങ്ങളൊന്നും നമ്മൾ എടുത്തു വെക്കൂല. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ മറന്നു. അപ്പോൾ ഓർമ്മയില്ലാരും വേഗം വേഗം ഓരോന്നും എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഡ്രസ്സെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. കുറച്ചെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുമെന്ന്. മക്കളതെല്ലാം ഏകദേശം ഞാനിങ്ങനെ പിന്നെ കുറച്ചിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ ഡ്രസ്സെല്ലാം ഞാനിപ്പം ഇത് ഏകദേശം ഇങ്ങനെ എല്ലാം മടക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ബാഗിലേക്ക് എടുത്ത് വെക്കണത്രേ. പിന്നെ ഇവരതൊന്നും പിന്നെ തേക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം ഞാനിതാ ടീഷർട്ടാണ് ഞാൻ ഇവരത് എടുത്തത്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ഏറ്റവും കൂടുതൽ നല്ലത് അതല്ലേ, പിന്നെ ബാഗിൽ കൊള്ളും അതല്ലേ. അപ്പം നന്ദൂനെല്ലാം ഞാനിതാ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, മീഷോന്ന് ഞാൻ 4 എണ്ണം 300 സംതിങ്ങിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഒരു 4-5 ടീഷർട്ട് മാത്രമാണ് നന്ദൂന് എടുത്തിട്ടുള്ളത്. പിന്നെ ഒറ്റൊരു ടോപ്പ് മാത്രം എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഓണത്തിനെങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ദേവൂട്ടിക്കായാലും അങ്ങനെ തന്നെ ഇതാ ടീഷർട്ടും ലെഗിൻസും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം അങ്ങനത്തെ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ബാഗിൽ ഒതുങ്ങുമല്ലോ. ഫ്രോക്കോ കാര്യങ്ങളോ ഓൾ ഇടൂല, എന്നാലും പിന്നെ നമുക്ക് ബാഗിൽ കൊണ്ട് നടക്കാനെല്ലാം ഇതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ ഫ്രോക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിള്ളേർതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്ദൂട്ടിക്ക് ഇപ്പം വെളിച്ചം കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. ഈ പാൻറ്റും പിന്നെ ഒരു ടീഷർട്ടെല്ലാം ഉണ്ട്. ടീഷർട്ട് പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഡ്രസ്സ്. അതൊന്നും തേക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം പിന്നെ ബനിയനല്ലേ, അതൊന്നും ചുളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇനി ബാഗ് കയറ്റണം. എൻ്റെയും പ്രതിയാൻ്റെയും ഡ്രസ്സാണ് ഇനി തേക്കാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. പോകുന്ന കാര്യങ്ങളെല്ലാം പറയാമല്ലോ, അല്ലാണ്ട് ഇസ്തിരി ഇടുന്നത് കാണിച്ചു തരാനൊന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രതിയാൻ്റെ 2 മുണ്ടേ എടുക്കുന്നില്ലു. പിന്നെ ഒരു ടീഷർട്ടും ഒരു 2 ഷർട്ടും അത്രേ എടുക്കുന്നില്ല. നമ്മളിപ്പം വെള്ളിയാഴ്ച ഇടുന്ന് പോയി കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ് തിരിച്ചു വരും. അപ്പോൾ ഒരു 4 ദിവസത്തേക്കുള്ള ഡ്രസ്സ് നമ്മൾ കരുതണം. എന്നാലും അലക്കിയിട്ടിട്ട് അങ്ങനെയുള്ള യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ വിഷമല്ലേ. അപ്പോൾ പാൻറ്റ് വൃത്തിയായിട്ട് ഇടലില്ല കേട്ടോ, മുണ്ട് തന്നെയാണ് എടുക്കൽ. പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ പാൻറ്റല്ലേ സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റൊരു പാൻറ്റ് മാത്രമുണ്ട് വൃത്തിയായിട്ടിന്. അങ്ങനെ ആ പാൻറ്റ് എന്തായാലും ഞാൻ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുമ്പോൾ വരുമ്പോൾ ട്രെയിനിൽ അത് ഇടാമല്ലോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലെല്ലാം പിന്നെ മുണ്ട് തന്നെയാണ് ഉടുക്കുക. മുണ്ടാണ് വൃത്തിയായിട്ടിന് ഇഷ്ടം ഉടുക്കാൻ. പിന്നെ ട്രെയിനിലാകുമ്പോൾ പാൻറ്റല്ലേ സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തായാലും ഇത് എത്രയോ വർഷമായി കേട്ടോ, 10 വർഷം ഞാൻ ഈ ഒരു പാൻറ്റ്. പക്ഷെ അങ്ങനെയും ഉപയോഗിച്ചിട്ടില്ലോ. 10 വർഷത്തിലൊരു 10 പ്രാവശ്യം പോലും ഈ പാൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. വല്ലപ്പോഴും ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ അങ്ങനെ അപൂർവമായിട്ട് ഈ പാൻറ്റെല്ലാം പ്രതിയാടിന് ഇടയിൽ. അങ്ങനെ പ്രതിയാടൻ്റെ പാൻറ്റും ബനിയനും എല്ലാം ഇസ്തിരി ഇടണം. പിന്നെ എൻ്റെ ടോപ്പ് ഇതെല്ലാം ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ടോപ്പ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ടോപ്പുകൾ ഒരുമിച്ച് വാങ്ങുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. വല്ലപ്പോഴും ഓണത്തിനും വിഷുവിനും അങ്ങനെയെല്ലാം എടുക്കുന്നതല്ലാണ്ട്
ഇത്രയും ടോപ്പ് ഞാൻ ഇത് മീഷോന്ന് വാങ്ങിയതാണ് 230 അങ്ങനെ ഉള്ളൂ. എനിക്ക് അറിയാലോ, എനിക്ക് വലിയ സൈസ് വേണ്ടതുകൊണ്ട് കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ മീഷോയിൽ കണ്ടേരം അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇത്. പിന്നെ 250 അങ്ങനെ എന്താ ഇവിടെ നല്ല സീക്വൻസും കാര്യങ്ങളും വർക്കെല്ലാം വരുന്നുണ്ട്. അതുപോലെ കൈക്കൊരു ലേസ്, അതുപോലെ തന്നെ ടോപ്പിൻ്റെ അടിയിലും അതുപോലെ ലേസ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിൽ കണ്ട സെയിം കളറല്ല, എന്നാലും ഓക്കെയാണ്. എനിക്ക് കറക്റ്റ് ഫിറ്റാണ് ഈ ടോപ്പ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തതാണ്, ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല 336 രൂപയായിരുന്നു. നല്ല ഫുള്ളായിട്ട് ഒരു അനാർക്കലി ടൈപ്പ് ടോപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയേരം. നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കണ്ടിരുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ആ ടോപ്പ് വന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുത്തു കൊടുക്കുമ്പോൾ ആ ടോപ്പ് വന്നിട്ടുണ്ടായത്. അപ്പം ഞാനെന്ത് ചെയ്തു, വേഗം ട്യൂഷൻ കുട്ടികളെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ എനിക്കത് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ വേഗം ആ പാക്കറ്റെല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് പിന്നെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് തീരെ ലെങ്ത് ഇല്ല. ഏകദേശം എൻ്റെ ഒരു നമ്മളെ ടോപ്പില്ല, ക്രോപ്പ് ടോപ്പ് ഉണ്ടാവില്ലേ, അത്രേ ഉള്ളൂ ഇട്ട് നോക്കുമ്പോഴത്തേക്ക്. അപ്പം നല്ല രസമുണ്ടായിന്, ടോപ്പെല്ലാം നല്ല രസമുണ്ടായിന്. പക്ഷെ ഞാൻ അങ്ങനത്തെ ടോപ്പ് ഇടയില്ലല്ലോ, ഞാൻ ഈ ഫുള്ള് ലെങ്ത് ആയിട്ടുള്ള ടോപ്പെല്ലാം ഇടുന്നില്ലോ. അപ്പോൾ ഈ ജീൻസും അതുപോലെ പാവാടയെല്ലാം ഇട്ടിട്ട് ഇടുന്നവർക്കാണെങ്കിൽ അത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാനത് റിട്ടേൺ അയച്ചു. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ടോപ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു 200ക്ക് വേറൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പയ്യന്നൂരേക്കാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അച്ഛൻ്റെ ഷോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ കിട്ടും. അങ്ങനെ ഒരു 2 ടോപ്പ് മീഷോന്ന് എടുത്തു. പിന്നെ ഇതാ ഈ ഒരു ടോപ്പ്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോകുമ്പോൾ ഇട്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിട്ടില്ലേ. പിന്നെ അതിൻ്റെ തന്നെ സെയിം സാധനം കളർ മാറ്റാണ് ഇത് ഞാനില്ലേ അമ്മക്ക് എടുത്തതാണ്. അമ്മ എന്നോട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് എടുത്തതാണ്. മനസ്സിലായി, സെയിം സാധനം തന്നെയാണ്, കളർ ചേഞ്ച് ആണെന്നേ ഇല്ല. ഇതാ സെയിം ഡിസൈനും എല്ലാം അത് തന്നെയാണ്, കളർ മാത്രം മാറ്റം. അപ്പോൾ ഇത് ഞാൻ എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് നോക്കിയാൽ എനിക്ക് ഭയങ്കര ടൈറ്റ് പോലെ ഫീൽ ചെയ്തേ. അപ്പോൾ ഇട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നില്ല. അപ്പോൾ അത് ഞാൻ അവിടെ അയച്ചു വെച്ചു. അപ്പോൾ ഞാൻ ആകെ വേർത്തിതായിട്ടാണ് ഉണ്ടായിന്. പിറ്റേ ദിവസം ഞാൻ എവിടെ പോകുമ്പോൾ ഈ ടോപ്പ് ഇട്ടുതരാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടോപ്പൊന്നും ഇടൂല. ഇതിപ്പം ഇവിടെ കട്ടിങ് വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഞൊറിവാണ്. അപ്പം അങ്ങനെയുള്ള ടോപ്പ് അമ്മ ഇടൂല. അതുകൊണ്ട് അമ്മ പറഞ്ഞു എനക്കത് വേണ്ട, പകരം നീ എനിക്ക് വേറെ ടോപ്പ് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഞാൻ എടുക്കാം. ഞാൻ പിന്നെ ഒരു മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായി. ആ മാക്സി എനിക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഞാൻ മാക്സി തരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ 2 ടോപ്പായ മീഷോന്ന് 2 എടുത്തു. പൂജേനോട്, എൻ്റെ ഫ്രണ്ട് പൂജയോടാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജ ഇപ്പം ബ്ലൂ റോസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിതിൻസ് ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്തായാലും പൂജേൻ്റെ നമ്പർ ഉണ്ടാവും. പിന്നെ ഇൻസ്റ്റാ ID ബ്ലൂ റോസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. പിന്നെ പൂജ നിതിൻ എന്നാണ് പിന്നെ ഓളെ ഇൻസ്റ്റാ ID. അതിൻ്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് വെറൈറ്റി ചുരിദാറുകളുണ്ട് കേട്ടോ. പാൻറ്റും ഷാളും ടോപ്പും എല്ലാം ആയിട്ടുള്ളത്, കിഡ്സിൻ്റെത് എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഇപ്പം ഓണം കളക്ഷനെല്ലാം ഒരുപാട് പുതിയത് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുക. നിതിൻസ് ഡ്രീം വേൾഡ് യൂട്യൂബ് ചാനൽ, പൂജ നിതിൻ എന്നാണ് പിന്നെ ഇൻസ്റ്റാ ID. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. അങ്ങനെ ഈ 2 ടോപ്പ് പൂജേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ 2 ടോപ്പ് മാത്രമല്ല, ഏട്ടത്തമ്മ 2 ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ഏച്ചി വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ കുറേ ടോപ്പ് നമ്മൾ പൂജേൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിന്. നൈറ്റി അങ്ങനെ പൂജേൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ മീഷോന്ന് 2 എണ്ണമായി, പൂജേൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണമായി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചുഴലി തന്നെ ഇല്ലേ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ പീടികയിൽ, ഞാൻ എന്തോ വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 500 രൂപക്ക് 3 ടോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് നോക്കാം. എന്നോട് പറഞ്ഞു വലിയ സൈസ് ഉണ്ട്, 5XL ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു അങ്ങനെയല്ലേ കിട്ടൂലോ, നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല അടിപൊളി ടോപ്പുകൾ. അപ്പോൾ 3 ടോപ്പിന് 500 രൂപ എന്ന് പറയുമ്പോൾ നല്ല ലാഭമല്ലേ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്തായാലും നമ്മൾ അടുപ്പിക്കണം, അതിൻ്റെ മുകളിലേക്ക് ഓരോ അടിവെല്ലാം കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നിൽക്കൂല്ലെങ്കിൽ ചിലപ്പോൾ അത് കയറിക്കും. അങ്ങനെ എന്തായാലും 500 രൂപക്ക് 3 എണ്ണം കിട്ടിയത്. ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ലല്ലോ, എന്തായാലും നമ്മളൊരു യാത്ര പോകുന്നതല്ലേ, പുതിയ ടോപ്പുകൾ ഇരിക്കട്ടെ. പിന്നെ കിട്ടുമ്പോഴല്ലേ അങ്ങനെയെല്ലാം കിട്ടുമല്ലോ. പിന്നെ എനിക്കിപ്പോൾ ഡെയിലി പുസ്തകം കൊണ്ട് പോകുമ്പോഴായാലും എനിക്ക് ചുരിദാർ ഡെയിലി ഇടാൻ വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതും കൂടെ വാങ്ങാൻ. അങ്ങനെ 3 ടോപ്പ് 500 രൂപക്ക് 3 ടോപ്പ്
വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര ടോപ്പായി? 7 ടോപ്പായി. എൻ്റെ ലൈഫിൽ ഇത്രയും കാലം, എനിക്കിപ്പോൾ 31 വയസ്സായില്ലേ, ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും അധികം ഡ്രസ്സ് ഒരുമിച്ച് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പണ്ടേ നമുക്ക് ഓണത്തിനും വിഷുവിനും അങ്ങനെയല്ലാന്ന് വാങ്ങുക, കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ വല്ലപ്പോഴും അങ്ങനെയാണ് വാങ്ങുക. ഇപ്പം അത് പിന്നെയും ഞാൻ കഴിഞ്ഞ വർഷം 2-3 എടുത്തിട്ടുണ്ടായിന്. ട്യൂഷൻ പൈസ നമുക്ക് തന്നെ നമ്മളെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ വാങ്ങി പോകുമല്ലോ. അങ്ങനെ ഈ മാസത്തെ ട്യൂഷൻ്റെ പൈസ മൊത്തം ഞാൻ ഡ്രസ്സ് വാങ്ങി പൊടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലൊരു കുറ്റബോധം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഡ്രസ്സിന് വേണ്ടി പൈസ ചിലവാക്കുന്ന ആളെയല്ല. പക്ഷെ ഇങ്ങനെ ഒരു യാത്രയെല്ലാം പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഡ്രസ്സെല്ലാം ഇട്ട് പോകണ്ടേ, കുറേ വർഷത്തിനെല്ലാം ശേഷം പോകുന്നതല്ലേ. പിന്നെ ഡെയിലി ഇങ്ങനെ പോകുമ്പോൾ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം പഴയതായിപ്പോയി കേട്ടോ. ഞാനിങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ആയാലും ഇപ്പം ബുക്ക് കൊണ്ട് പോകുമ്പോൾ ആയാലും എല്ലാം ഒരേ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ ഇട്ടിട്ട് എല്ലാ ഡ്രസ്സും പോയി. അപ്പം ഞാൻ വിചാരിച്ചു, ഒന്നും നോക്കിയില്ല, എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ ആലോചിക്കും, അയ്യോ എത്ര ഡ്രസ്സാണ്, അത്ര പൈസ പോയി എന്ന് വിചാരിച്ചിട്ട് അതും ഒരു ടെൻഷനുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമില്ലതല്ലേ അല്ലേ. അങ്ങനെ എനിക്ക് ടോട്ടൽ ഇപ്പോൾ 7 ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. അതിലൊരു ടോപ്പ് എൻ്റെ അമ്മക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അമ്മേൻ്റെ ഒരു ടോപ്പ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഈ ഒരു ടോപ്പ് അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് പകരം എന്തായാലും അമ്മക്ക് ടോപ്പ് കൊടുക്കണം. അപ്പോൾ ഇത്രയെല്ലാം നമ്മൾ പോകുന്ന വിശേഷങ്ങൾ. നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവിലത്തെ ട്രെയിനിനാണ് പോകുന്നത്. പിന്നെ റിസർവേഷനൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ശരിക്കും പകൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പില്ല കാര്യമാണ്. നമ്മൾ ഒരു ദിവസം നമുക്ക് ട്രെയിനിൽ പോയി കിട്ടും. പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുന്നത് അതിനെക്കാട്ടിയും കഷ്ടമാണ്. പകൽ അതും ഇതുമെല്ലാം ട്രെയിനിൽ വെക്കാൻ വരൂലേ, അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുമായിരിക്കും, കുട്ടികളല്ലേ. പിന്നെന്താ, ഇത് മടുപ്പ് വരും, നമുക്ക് ബോറടിച്ച് പ്രാന്താവും. എനിക്ക് കൂടുതലും രാത്രി യാത്ര തന്നെയാണ് ഇഷ്ടം കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഉറങ്ങാമല്ലോ, ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അവിടെ എത്തുകയും ചെയ്യും. ഇപ്രാവശ്യം എന്തായാലും ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നമുക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കാര്യം ഒന്നും ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, നമ്മളൊന്നും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പോകുന്ന കാര്യം ഉറപ്പിക്കാത്തത് കൊണ്ടാണ് അവർക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റാണ്ടത്. അതുകൊണ്ട് നമ്മൾ പോകുന്നതും വരുന്നതും പിന്നെ പകലാണ്. അതുകൊണ്ട് ഓരോ ദിവസം അങ്ങനെ തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ കയറും, വൈകുന്നേരം രാത്രി ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ 4 ദിവസം നമ്മൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുധനാഴ്ച തിരിച്ചു വരും. ഇങ്ങനെയാണ് ഇപ്പം നിലവിൽ നമ്മളെ പ്ലാനിങ്. ഫുഡെല്ലാം ആക്കി കൊണ്ടുപോകണം ട്രെയിനിൽ നിന്ന് കഴിക്കാൻ, അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വീഡിയോ ആയിരിക്കും അടുത്തത്. അതിന് മുന്നേ ഇനിയിപ്പം ഒരുക്കങ്ങളൊന്നും അങ്ങനെ കാണിച്ചു തരാനില്ല. ഇവിടുത്തെ കാര്യമായിട്ട് എനിക്ക് ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. തലേനെ നമ്മൾ പോകുമല്ലോ. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവിടെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് പോകും. അപ്പം എന്താ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കൊല്ലത്ത് വെച്ചിട്ട് കാണാമല്ലേ. കൊല്ലത്ത് വെച്ചിട്ടല്ല, അതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടാവും. നമ്മൾ പോകുന്ന വീഡിയോ എന്തായാലും ഉണ്ടാവുമല്ലോ. ട്രെയിനിൽ നിന്നെല്ലാം കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. പോകുന്നത് മുതൽ നമ്മൾ പയ്യന്നൂരിന്ന് നമ്മളെ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷെ നമുക്കതൊരു ടൂറിന് പോകുന്നൊരു വൈബാണ്. വല്ലപ്പോഴും പോകുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു ടൂറിന് പോകുന്ന ഫീൽ തന്നെയാണ്. അപ്പം എന്തായാലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വരുന്നത് വരെയില്ലേ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ബാക്കി തുണികൾ ഇസ്തിരി ഇട്ടിട്ട് എല്ലാം മടക്കി വെക്കട്ടെ. അപ്പം ഇത്രയേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.